ഹായ് ഫ്രണ്ട്സ്, മൗനം സംബന്ധം രണ്ടാം ഭാഗത്തിൻ്റെ 346-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കാലിൻ്റെ ആശയെ കണ്ട് ഷോക്കായി നിൽക്കുന്നതാണ്. ആശ അതുപോലെ തന്നെ കാലിൻ്റെ അച്ഛനെ അവിടെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഷോക്കായി നിൽക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ കാലിൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് വീട്ടിനകത്തേക്ക് കയറി നോക്കുകയാണ്. അവിടെ ആണെങ്കിൽ അശോകം ഉണ്ട്. കാലിൻ്റെ ഒരുപാട് തവണ വീട്ടിലേക്ക് നോക്കിയിട്ട് ആശയോട് ചോദിക്കും, ആശ, നിങ്ങൾ രണ്ടുപേരും ഇവിടെയാണോ താമസിക്കുന്നത്? അല്ല, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ? ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ? എന്തെങ്കിലും ഒന്ന് പറ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? നിന്റെ അച്ഛൻ അശോകനെ കണ്ട് ഞങ്ങൾ അശോകിന്റെ പിന്നാലെ ഫോളോ ചെയ്ത് വന്നോണ്ടാ ഇപ്പൊ നിങ്ങൾ ഇവിടെയാണെന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ അറിയാനാ? എന്താ സംഭവിച്ചത്? അശോക്, നീയെങ്കിലും ഒന്ന് പറ, എന്തു പറ്റി? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അശോക് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടുന്ന് വേഗം ഇറങ്ങിപ്പോവും. അങ്ങനെ ആശയോട് വീണ്ടും ചോദിക്കും കാലിന്റെ എന്താ പ്രശ്നം. പക്ഷേ ആശ ഒന്നും പറയാതെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥിനെയാണ്. സിദ്ധാർത്ഥ് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടെ ആളങ്ങോട്ട് വന്നിട്ട് പറയുന്നത്, നീ അറിഞ്ഞോ, ഒരു വലിയ ന്യൂസ് ഉണ്ട്. അശോക് അഗ്നിഹോത്രിയില്ലേ, അവരെ വീട് വിട്ട് പോയത്രേ. ഇതൊരു ന്യൂസ് ആക്കാന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം അവരുടെ വർക്ക് മീഡിയയുമായി ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വരും. അങ്ങനെ സിദ്ധാർത്ഥ് പറയും, എന്ത്, ഇതൊരു ന്യൂസ് ആക്കാൻ പറ്റിയ വിഷയമാണോ? അശോക് അഗ്നിഹോത്രി എന്ന് പറയുന്നത് ഭരത് സാറിന്റെ അനിയനാണ്. ഇതൊരു ന്യൂസ് ആക്കാനുള്ള അവകാശമൊന്നും നമുക്കില്ല. നീ നിന്റെ ജോലി നോക്കുന്നു പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പറഞ്ഞേക്കും. പിന്നീട് കാണിക്കുന്നത് സോജയാണ്. സോജ ഡൈനിങ് ടേബിളിൽ ഫുഡൊക്കെ എടുത്ത് വെക്കായിരിക്കും. അപ്പോഴാണ് അങ്ങോട്ട് സോജയുടെ അമ്മ വരുന്നത്. സോജയുടെ അമ്മ ചോദിക്കും, മോളെ, നിനക്ക് ആശ നേരത്തെ വിളിച്ചില്ലായിരുന്നോ? അവൾ എന്തൊക്കെയാണ് നിന്നോട് പറഞ്ഞത്? അല്ല, അവളുടെ അവസ്ഥയ്ക്ക് ഇപ്പം എങ്ങനെ? അവൾ സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ സോജ പറയും, അതെ അമ്മേ, അവർക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവള് എന്നെ അവളുടെ അമ്മയ്ക്ക് കാര്യമൊന്നും അറിയരുതെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. അഥവാ അവളുടെ അമ്മ ഇങ്ങോട്ട് ഫോൺ വിളിച്ചാലോ, അപ്പോൾ കാര്യമൊന്നും ഞാൻ പറയരുതല്ലോ, അതിനു വേണ്ടി വിളിച്ചതാണെന്ന് പറയും. പിന്നീട് സോജയുടെ അമ്മ ആശയെ കുറിച്ച് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ പറയാണ്. അവർക്ക് ഇനി അങ്ങനെ വിളിക്കൊന്നും വേണ്ട, അവൾക്ക് അങ്ങനെ മൈൻഡൊന്നും വേണ്ടെന്ന് പറയാണ്. അപ്പൊ സോജ പറയും, അമ്മേ, നിങ്ങൾ വീണ്ടും തുടങ്ങിയോ? നിങ്ങൾ എന്തത് മനസ്സിലാക്കാത്തത്? ആശയെ അമ്മ എന്നെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ? നിങ്ങൾക്കറിയോ, ഞാനിപ്പോൾ ഈ വീട്ടിലിങ്ങനെ നിൽക്കുന്ന തന്നെ ആശ കാരണ. അവളന്ന് എനിക്ക് വേണ്ടി മാനസികയുടെ വീട്ടിൽ പോയി ഇതൊന്നും സംസാരിച്ചില്ല, ഭരതേട്ടനോടൊന്നും സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ ഒരിക്കലും ഉണ്ടായില്ലായിരുന്നു. ഭരതേട്ടൻ ആ മാനസികയുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ടാവും. അവൾ കാരണമാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നടന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അവരെല്ലാവരും ഈ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഈ വീട്ടിലേക്ക് തിരിച്ചെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ സോജയുടെ അമ്മ പറയും, ഓ, ഈ പെണ്ണെ ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലല്ലോ. മോളെ, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അവരിവിടെ ഇല്ലാതിരിക്കുന്നതാണ് ഓരോരുത്തരും നിനക്ക് നല്ലത്. അതാകുമ്പോൾ നിനക്ക് ഇവിടെ ഒരു ആണിയെ പോലെ വാഴാന്ന് പറയും. അപ്പൊ സോജ പറയും, അമ്മേ, എനിക്ക് അങ്ങനെ ഒന്നും ജീവിക്കണ്ട. അവരെല്ലാവരും ഇങ്ങോട്ട് വന്നാൽ മതി. അതുമല്ല, നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിക്കുകയും അവളെ രക്ഷിക്കുകയും ചെയ്തവളാണ് ആശ. എന്നിട്ട് അവളെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെ മോശമായിട്ട് പറയുന്നത്. എന്താ അമ്മ നിങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് സോജ ഇവിടുന്ന് പോകും. അപ്പോൾ സോജയുടെ അമ്മ ഇങ്ങനെ പറയും, ഇവക്ക് എന്താ പറഞ്ഞത് മനസ്സിലാവാത്തതെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. ആശ അശോകനോ ഇവിടെ ഇല്ലാതിരിക്കുന്നതാണ് അവൾക്ക് നല്ലത്. ഇതെന്താ ഈ പെണ്ണിനെ പറഞ്ഞിട്ട് മനസ്സിലാവാത്തതാ? പിന്നീട് കാണിക്കുന്നത് ജ്യോതിയാണ്. ജ്യോതി നേരത്തെ അമ്മ പറഞ്ഞ ആ ഒരു 6 മാസത്തിന്റെ ആ ഒരു സ്കീമിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരിക്കും. എന്തായാലും ഇതിൽ എന്തോ തട്ടിപ്പുണ്ട്. പക്ഷേ എനിക്കിത് അമ്മയോട് സംസാരിക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല. എന്തായാലും ഞാൻ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ജ്യോതി അവിടെ കാണുന്ന ഒരു നമ്പറിൽ അതിൻ്റെ അവരുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചു നോക്കുകയാണ്. അപ്പം വിളിച്ചു നോക്കിയിട്ട് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു ഫോൺ വേഗം കട്ട് ചെയ്യും. അപ്പൊ തന്നെ ചോദിക്ക് നല്ല ഡൗട്ട് ആവും. കാരണം ഓൾറെഡി ഡൗട്ടായി നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വേഗം ഫോൺ കട്ട് ചെയ്യുമ്പോൾ തന്നെ ചോദിക്ക് പിന്നെയും ഉറപ്പാവും ഏകദേശം എന്തോ തട്ടിപ്പാണെന്ന്. അങ്ങനെ ജ്യോതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരിക്കും. എന്നാൽ അമ്മ എങ്ങനെ ഇതിലൊക്കെ വിശ്വസിക്കാൻ നിൽക്കുന്നത്? ഒരുപാട് പൈസ എല്ലാം ഇതുവഴി പോവുമല്ലോ, ഇനിയിപ്പോൾ എങ്ങനെ അവരെ വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും സിദ്ധാർത്ഥ പെട്ടത് അങ്ങോട്ട് വരുന്നത്. അല്ല, നീ ആരെ വിശ്വസിക്കുന്ന കാര്യമായി പറയുന്നത്? അപ്പോൾ ജ്യോതി പറയും, അതൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ സിദ്ധാർത്ഥ വീണ്ടും ചോദിക്കുമ്പോൾ ജ്യോതി കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കും. ഇങ്ങനെ അമ്മ കുറച്ച് സ്ത്രീകളൊക്കെ പറയുന്നത് കേട്ടിട്ട് ഒരു ബാങ്കിൽ പൈസ ഇടാൻ നിൽക്കുന്നുണ്ട്, 6 മാസത്തിന്റെ സ്കീമാണെന്നാണ് പറയുന്നത്. അതിനുശേഷം അവർ ഡബിളായിട്ട് പൈസ തിരിച്ചിരുന്നാണ് പറഞ്ഞത്. എനിക്ക് അപ്പോഴേ ഒരു സംശയം തോന്നിയിരുന്നു. കാരണം ഏത് ബാങ്കിലാണ് പൈസ ഇട്ട് കൊടുത്താലും അത് ഡബിളായിട്ട് വെറും 6 മാസത്തിനൊക്കെ തിരിച്ചിരുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് ഡൗട്ട് തോന്നി. പിന്നെ ഞാനിപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചു നോക്കിയപ്പോൾ അവരാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തോ ഞാൻ ചെയ്തു എന്ന് പറയും. അപ്പോൾ സിദ്ധാർത്ഥനെ പറയും, അമ്മ എന്തിനാ ഇപ്പം അതിലൊക്കെ പൈസ ഇടാൻ നിൽക്കുന്നത്? എന്തായാലും നീ പേടിക്കണ്ട, ഞാൻ സംസാരിക്കാന്ന് പറയേണ്ടത്. സിദ്ധാർത്ഥ അവിടെ നിന്ന് പോകും. പിന്നീട് കാലിൻ്റെ ആശയാണ് കാണിക്കുന്നത്. കാലിൻ്റെ ഒരുപാട് തവണ ആശ ചോദിച്ചു നോക്കുന്നുണ്ട്. എത്ര തവണ ഞാൻ ചോദിക്കുന്നു, നീ എന്താ ഒന്നും പറയാത്തത്? എന്താ പ്രശ്നം എന്ന് പറ. അപ്പം ആശ പറയാം, അമ്മ എന്തെങ്കിലും എല്ലാവരും കൂളായിരിക്കുക. നിങ്ങൾ വന്നിട്ട് ഇത്ര നേരമായിട്ട് ഇരുന്നിട്ട് പോയല്ലോ, എല്ലാവരും ഒന്ന് ശാന്തമായിട്ട് ഇരിക്കുന്നു പറയും. അപ്പോൾ കാലിൻ്റെ പിന്നെ ദേഷ്യപ്പെടും. ആശ, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, എനിക്ക് ഇവിടെ ഇരിക്കണ്ടെന്ന് പറയും. അപ്പോൾ ആശ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ അച്ഛൻ പറയും, മോളെ, നീ എന്താന്ന് വെച്ചാൽ പറ, വെറുതെ ടെൻഷൻ അടുപ്പിക്കല്ലേ, അമ്മ ചോദിക്കുന്നത് കേൾക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ആശ പറയും, അത് എന്താന്ന് വെച്ചാൽ
ഞാനും അശോകും അമ്മയും ഞങ്ങൾ ആ വീട് ഉപേക്ഷിച്ച് പോകുന്നു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവർ ആകെ ഷോക്കാവും. അങ്ങനെ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആശ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യവും അങ്ങ് തുറന്ന് പറയാണ്. അഞ്ജലിയെ കുറിച്ചുള്ള കാര്യം, അതുപോലെ തന്നെ അച്ഛന്റെ സത്യാവസ്ഥ, പിന്നെ അച്ഛൻ ആശയെ കൊല്ലാൻ നോക്കിയതും തീയിടാൻ നോക്കിയതും അത് അശോക് അറിഞ്ഞതും അശോകനാകെ മാനസികമായിട്ട് ഒരുപാട് ഡിപ്രഷൻ ആയതും പിന്നെ ആ വീട് വിട്ട് ഇറങ്ങി പോകുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാൻ. ഇതെല്ലാം കേട്ട് കാലിന്റെയും അച്ഛനൊക്കെ ഒരുപാട് ഷോക്ക് ആവാണ് നിരഞ്ജനെ കുറിച്ച് അറിയുമ്പോൾ. അങ്ങനെ ആശു പറയും, അങ്ങനെ അശോക് ഇതെല്ലാം അറിഞ്ഞപ്പോൾ അശോകിന് ഒരിക്കലും താങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അശോക് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോരാൻ ചെയ്തത്. ഇതെല്ലാം കേട്ട് കാലിന്റെക്ക് ആകെ വിഷമാവും. അങ്ങനെ ആശയെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, മോളെ ഞാൻ ചെയ്തതൊക്കെ ശരിയാണ്, പക്ഷേ നിരഞ്ജൻ ചേട്ടൻ ഇങ്ങനെ ഒരു മോശപ്പെട്ട ഒരാളാണെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അതുമല്ല ഇത്രയും വലിയ പ്രശ്നങ്ങളായിട്ട് നിനക്ക് ഒരിക്കൽ പോലും ഇത് എന്നോട് പറയാൻ തോന്നിയില്ലല്ലോ. ഞാൻ നിന്റെ അമ്മയല്ല ആശേ, എനിക്ക് എന്നോട് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞൂടെ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എത്രത്തോളം വിഷമാവെന്ന് അറിയോ? ഇതെല്ലാം ഞങ്ങളോടൊന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് ഫോണെങ്കിലും വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ നേരെ രക്ഷിക്കാനായി അങ്ങോട്ട് എത്തില്ലായിരുന്നോ? നീ എന്തോടെ ഇരുന്ന് അവൾ പറയുന്നത്? നീ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ സ്വയം തീരുമാനിക്കാൻ മാത്രം വളർന്നു ആശേ. എന്റെ മോൾ അവിടെ എത്രത്തോളം സഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ കാലിന്തി വീണ്ടും കരയും. അപ്പോൾ അവധൂത് കാലിന്തിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആശ കാലിന്തിയോട് സോറിയൊക്കെ പറയും. അപ്പോഴാണ് രണ്ടുപേർക്കുള്ള ചായം കൊണ്ട് അശോക് അങ്ങോട്ട് വരുന്നത്. അശോക് ആ മൂടൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ആശയോട് പറയും, ഐ എം ഷുവർ നീ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് വീണ്ടും അച്ഛനമ്മയും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ആശ പറയും, എന്താ അശോക് ഇത്, അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അമ്മേ, എന്തൊക്കെയായാലും ഈ അശോക് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ജീവിതകാലം മൊത്തം ഹാപ്പി ആവും. അപ്പൊ അശോക് പറയും, ആ ഇനി എല്ലാവരും ഈ ചായ ഒക്കെ കുടിക്കും, നിങ്ങൾ ചായ അടിക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കണ്ട, എല്ലാം കുടിച്ചോന്ന് പറയും. അപ്പോൾ കാലിന്തി പറയും, പക്ഷെ അശോക് എനിക്ക് നിന്നോട് എപ്പോഴും ദേഷ്യമുണ്ട്. ഇത്രയും പ്രശ്നമായിട്ട് നിനക്കേലും ഞങ്ങളൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്താ ഞങ്ങൾ നിങ്ങളുടെ അമ്മയും അച്ഛനും നല്ലതെന്ന് ചോദിക്കും. അപ്പോൾ അശോക് പറയും, അല്ല അമ്മേ, അതുകൊണ്ടല്ല. ഇപ്പൊ എനിക്ക് ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് എന്നെ ജീവിക്കാൻ പഠിക്കണം. എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കണം. അതിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതെല്ലാം വേഗം ശരിയായിക്കോളെന്ന് പറയും. അപ്പൊ കാലിന്തി പറയും, മോനെ, ഞങ്ങൾക്ക് ഇതിന് ഒരുപാട് വിശ്വാസമാണ്. ഞങ്ങൾ നിന്റെ എല്ലാ കാര്യത്തിലും നിന്റെ കൂടെ തന്നെയുണ്ട്, നീ ഒരിക്കലും പേടിക്കണ്ട. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേ പറ്റൂ എന്ന് പറയും. പക്ഷെ പറയും, അമ്മേ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, അമ്മ ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പറയും. അപ്പൊ കാലിന്തി പറയും, അതെന്താ നിങ്ങൾക്ക് വരാൻ പറ്റാത്തത്? നിങ്ങൾ ഇത്രയും വലിയ കാലൊക്കെ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ മാത്രമേ ഉണ്ടായോ? ഇനി ഒന്നും പറയാൻ ചോദിക്കാനൊന്നുമില്ല. നിങ്ങൾ ഒന്നെങ്കിൽ ആൾ വീട്ടിലേക്ക് വരിക, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കും. ഇനി എന്താ നീ തരാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കും. അപ്പൊ ആശ പറയും, അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിപ്പിക്കുന്നത്? അപ്പൊ അശോക് പറയും, അച്ഛനെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എന്റേതായ ഒരു പുതിയ വ്യക്തിത്വം എന്റേതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഇത്രയും സ്ട്രഗിൾ സഹിക്കട്ടെ എന്ന് പറയും. അപ്പൊ അച്ഛന് പറയും, അതെ നീ പറഞ്ഞ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാലിന്തി, നീ വാശി പിടിക്കരുത്. ഈ സമയത്ത് നമ്മൾ ബുദ്ധിയോട് ചിന്തിക്കണം. അവര് ഇവിടെ തന്നെ നിൽക്കട്ടെ. അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നീ പേടിക്കണ്ടെന്ന് പറയും. അങ്ങനെ കാലിന്തി പറയും, എന്നാ ശരി, നിങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, ഞാൻ നിങ്ങൾ നിർബന്ധിക്കുന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും ഞങ്ങളുടെ ഇവിടെ വീട്ടിലേക്ക് വന്നോടെ. അപ്പൊ ആശ പറയും, അതിനെന്താ, ഞങ്ങൾ വരാലോ. പക്ഷെ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിർത്തരുത്. അപ്പൊ കാലിന്തി പറയും, ഇല്ല നിർത്തുന്നില്ല, നിങ്ങളൊന്ന് വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ കാലിന്തി പോകാൻ നിൽക്കുമ്പോൾ ആശ എങ്കിൽ ചായ കുടിച്ചിട്ട് പോകാന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഇരുത്തി കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോകും. പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥനെയാണ്. സിദ്ധാർത്ഥ അമ്മയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ നിൽക്കുമായിരിക്കും. അപ്പോൾ അമ്മ പറയും, ആ മോനെ നീ വന്നോ, എനിക്ക് നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അപ്പൊ സിദ്ധാർത്ഥ പറയും, അമ്മേ ഞാൻ അറിഞ്ഞു, അമ്മ ആ സ്കീമിന്റെ കാര്യമല്ലേ പറയാൻ വരുന്നത്. അപ്പൊ അമ്മ പറയും, ഓ നീ അറിഞ്ഞല്ലേ, ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഇപ്പൊ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു അറിയണ്ടല്ലോ, എല്ലാം നിന്റെ ജ്യോതി തന്നെ പറഞ്ഞിട്ടാണല്ലോ നീ അറിയുന്നത്. അപ്പൊ സിദ്ധാർത്ഥ പറയും, അമ്മ ഇത് അങ്ങനെയല്ല, അവൾക്ക് അമ്മയെ കുറിച്ച് നല്ല ആശങ്കയുണ്ട്, അതുകൊണ്ടാണ് അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഇത് നമ്മുടെ ഗ്രാമങ്ങൾ പോലെ അല്ല അമ്മേ. ഗ്രാമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ സ്ത്രീകളെല്ലാം നമുക്ക് എല്ലാവരും അറിയുന്നവർ തന്നെയാണ്. അവർ പറയുന്നൊക്കെ നമുക്ക് വിശ്വസിച്ച് അതുപോലെ ചെയ്യാം. പക്ഷെ ഇവിടെ നഗരങ്ങളിൽ അങ്ങനെയല്ലല്ലോ. ഇവിടെ നമുക്ക് ആർക്കും പരസ്പരം അറിയില്ല. അവരെന്തൊക്കെയാ പറയുന്നത്, അത് എത്രത്തോളം ശരിയുണ്ട് എന്നൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്. ഓ അവൾ ആള് കൊള്ളാലോ, എത്ര പെട്ടെന്ന് എന്റെ മകനെ എനിക്കിത് തിരിച്ചിട്ടിരിക്കുന്നത്. നിനക്ക് അറിയാനിട്ടാ, ഈ ബിൽഡിങ്ങിലെ 3 സ്ത്രീകൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ നിന്റെയൊക്കെ അമ്മ തന്നെയല്ലേ. നിന്നെ നിന്റെ അനിയത്തെയൊക്കെ ഞാൻ തന്നെ അല്ല എത്രകാലം വളർത്തി വലുതാക്കിയത്. എന്നിട്ടിപ്പോ ഞാൻ പറയുന്ന കാര്യം നിനക്ക് മനസ്സിലാവുന്നില്ല. ഏത് നേരം നിനക്ക് അവൾക്ക് വേണ്ടി ബാധിക്കാനുള്ള നേരമുള്ളൂ. അവള് പറയുന്ന കാര്യം മാത്രമല്ല നിനക്ക് ശരിയായി തോന്നുള്ളൂ. അല്ല അമ്മ എന്തൊക്കെയാ പറയുന്നത്, ഞാൻ അങ്ങനൊന്നും അല്ല. വേണ്ട മോനെ, നീ ഒന്നും പറയണ്ട. നിനക്ക് നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് നീ വെച്ചോ, എന്നിട്ട് നീ നിന്റെ ജ്യോതിയും കൂടി എന്താന്ന് വെച്ചാൽ അങ്ങ് തീരുമാനിച്ചോ. അപ്പൊ സിദ്ധാർത്ഥ് ആ ബുക്ക് അമ്മയുടെ അടുത്ത് തന്നെ തിരിച്ചു കൊടുക്കും. എന്ത് പറയും, ഞാൻ അമ്മയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് നോക്കിയത്. ഇതുപോലത്തെ ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ ഈ നഗരത്തിൽ നടക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേണ്ട മോനെ, എനിക്ക് എല്ലാ കാര്യവും അറിയാം. ഞാൻ എല്ലാ കാര്യവും ചിന്തിച്ചിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് അതിന് പൈസ ഇട്ടത്. ഒരു കുഴപ്പമുണ്ടാവില്ല. എന്തായാലും നീ നിന്റെ ജോലിയെ നോക്കിക്കോ. ഈ പൈസ ഡബിൾ ആയി കിട്ടുമ്പോൾ നമുക്ക് അവർക്ക് തിരിച്ചടിക്കാം. അവരുടെ വായ അന്ന് ഞാൻ അടപ്പിക്കും, നീ നോക്കിക്കോ, ഇതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് പറയും. അപ്പോൾ സിദ്ധാർത്ഥ വേറെ വഴിയില്ലാത്തതുകൊണ്ട് സിദ്ധാർത്ഥ പറയും, ശരി അമ്മേ, എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ. അമ്മയ്ക്കാണ് തോന്നുന്നുണ്ടെങ്കിൽ അത് കിട്ടട്ടെ. എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥ അവിടെ നിന്ന് പോകും.
പിന്നീട് കാണിക്കുന്നത് ആശ അശോകിനെയാണ്. അവർ രണ്ടുപേരും ആശയുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കാലശേഷം ആശയെ കാണുന്നതുകൊണ്ട് തന്നെ അജു ഓടി വന്ന് ആശയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അശോക് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അങ്ങനെ അജു വിവരങ്ങളൊക്കെ ചോദിക്കും. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ, നിങ്ങൾ എന്താ അങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഇത് കേട്ടിട്ടും ആശ അശോകൊന്നും പ്രത്യേകിച്ചൊന്നും മിണ്ടില്ല. അങ്ങനെ അജു പിന്നെയും ചോദിക്കും. അപ്പഴേ അവര് മിണ്ടാതിരിക്കുമ്പോൾ കാലിന്തി അജുവിനെ വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകും. അങ്ങനെ അത് നോക്കി നിൽക്കായിരിക്കും ആശ അശോകും. അപ്പൊ അച്ഛൻ പറയും, നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, അവിടെ കയറി ഇരുന്നോളൂ, ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്തുകൊണ്ടുവരാൻ വേണ്ടി പോയായിരിക്കും അച്ഛൻ. അപ്പോൾ ആശ അശോകിനോട് പറയും, അശോക് നിങ്ങൾ പേടിക്കണ്ട, നമ്മളിവിടെ അത്ര നേരം നിൽക്കുന്നില്ല, നിങ്ങൾ കണ്ടതല്ലേ, അമ്മ ആകെ ഷോക്കായിട്ടുണ്ട് എല്ലാം അറിഞ്ഞിട്ട്, അവരാകെ ടെൻഷനിലാണ്. അപ്പോൾ കുറച്ചേരം അവരുടെ സമാധാനത്തിൽ ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു, നമുക്കിപ്പം തന്നെ പോവാന്ന് പറയും. അപ്പം അശോക് പറയും, ആശ ഈ കാര്യമുള്ള വളരെ കുറച്ച് ദിവസത്തിന് വേണ്ടി മാത്രമാണ്, നമ്മളൊരു ഐഡന്റിറ്റി കിട്ടുന്നത് വരെ, അത് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയും. അപ്പോൾ ആശ പറയും, എനിക്ക് നിങ്ങളെ എന്നെക്കാൾ കൂടുതൽ വിശ്വാസം കേട്ടുണ്ട്. അച്ഛൻ അങ്ങോട്ട് വെള്ളം കൊണ്ടുവരും. എന്നിട്ട് ഇതാ മിഠായി ഉണ്ട്, എല്ലായിടത്തും കഴിച്ചോളൂ, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ ഇരുത്തിയിട്ട് സ്വീറ്റ്സും വെള്ളമൊക്കെ കൊടുക്കും. പിന്നീട് കാണിക്കുന്നത് കാലിന്തി ആണെങ്കിൽ അജിനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കരയാണ്. കാലിന്തി പറയും, എനിക്ക് ആശയുടെ അശോകിന്റെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് വിഷമം തോന്നുകയാണ്. അവൾ ഇത്രയും വലിയ പ്രശ്നത്തിൽ പെട്ടിരുന്നിട്ടും നമുക്ക് അവളൊന്ന് സഹായിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്റെ മകൾ എന്ത് തെറ്റാണ് അവളോടൊക്കെ ചെയ്തത്, എന്തിനാണ് അവളെല്ലാം ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ഇങ്ങനെ ഒരു അച്ഛനാവാൻ ആർക്കാണ് കഴിയുക? എന്റെ മകളെ അവൻ കത്തിക്കാൻ വരെ നോക്കി, എങ്ങനെ അവർക്ക് ഇതെല്ലാം കഴിഞ്ഞു? എന്റെ മോൾ അവളോടൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്ന് പറഞ്ഞിട്ട് കാലിന് ഇങ്ങനെ കരയായിരിക്കും. അപ്പോൾ അജു കാലിനെ സമാധാനിപ്പിക്കും, മോളെ നീ ഇങ്ങനെ കരയല്ലേ, നീ ഇങ്ങനെ കരഞ്ഞാ പിന്നെ അവളെ ആരെ സമാധാനിപ്പിക്കുക, നീ ധൈര്യത്തോടെ നിൽക്ക്, അവരെ നമുക്ക് സഹായിക്കാലോ. അപ്പോൾ കാലിതി പറയാം, അമ്മ ഞാൻ നമ്മളോട് പറഞ്ഞതാ, പക്ഷെ അവർക്ക് നമ്മളുടെ ഒരു സഹായം വേണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ആവട്ടെ, സാരമില്ല, പക്ഷെ നമ്മൾ അവിടെ കൂടെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്തിനാ നീ പേടിക്കുന്നത്? ഇപ്പൊ നീ കരയാതെ കണ്ണീരൊക്കെ തുടച്ചിട്ട് കിച്ചണിൽ പോയി നമുക്ക് അവർക്ക് വേണ്ടിയുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടായി കൊടുക്കാം, വാ നീ കരച്ചിൽ നിർത്തുമെന്ന് പറഞ്ഞിട്ട് കാലിന്തിയെ കൊണ്ട് അജു അവിടെ നിന്ന് പോകും. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാം ഡൈനിങ് ടേബിളിന്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അച്ഛനെ അവർ ഒരുപാട് ഫുഡ് കഴിക്കാൻ വിളിക്കും, ആ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വാ നമുക്ക് എല്ലാവർക്കും ഒപ്പം ഇരുന്ന് കഴിക്കാന്നൊക്കെ പറയും. അങ്ങനെ അവര് കഴിക്കുമ്പോൾ അജും കാലിന്തി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടാവില്ല. അപ്പൊ ആശ പറയും, വാ നിങ്ങളും കൂടി കഴിക്കാം, നമുക്ക് എല്ലാവർക്കും ഒപ്പിരുന്ന് കഴിക്കാം. അപ്പൊ അജു പറയും, ഇല്ല മോളെ നിങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ചോളാം, ഇപ്പൊ നിങ്ങൾ തിന്നെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കൊടുക്കായിരിക്കും. അപ്പൊ കാലിന്തി ഇങ്ങനെ അശോകിനോട് പറയും, അശോക് നീ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കണം, പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് എവിടെ ഇരുന്ന് ഉണ്ടാക്കിക്കൂടെ? അപ്പൊ അശോക് പറയും, അത് പറ്റില്ല അമ്മേ, എനിക്ക് എല്ലാം തുടക്കത്തിൽ തന്നെ തുടങ്ങണം, എൻ്റെ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല, ഇതിനു മുൻപ് എന്നോട് ചേട്ടനും പറഞ്ഞിരുന്നു MG റോഡിലൊരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ ഒന്ന് നിൽക്കാൻ, പക്ഷേ എനിക്ക് അത് പറ്റില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തുടങ്ങാനാണ് ആഗ്രഹം എന്ന് പറയും. അങ്ങനെ കാലിന്തി പറയും, എന്നെ ശരി മോനെ, എന്നതാ നിങ്ങൾ ഇതൊക്കെ എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് കാലിന്തി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവും. പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനയാണ്. അവരെല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുകയായിരിക്കും. അങ്ങനെ സോജ എല്ലാവർക്കും അങ്ങനെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കാവും. അപ്പോൾ നിരഞ്ജന ഇങ്ങനെ അശോകിന്റെ സീറ്റിലേക്ക് നോക്കിയിട്ട് അശോക് മുൻപ് അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചതൊക്കെ ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ നിരഞ്ജനോട് ഭരത് പറയും, അച്ഛാ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ്സിന്റെ താളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, ഇനി നാളത്തെ മീറ്റിംഗിന്റെ കാര്യം നോക്കിയാൽ മതി, അച്ഛൻ പേടിക്കുന്നു വേണ്ട, എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയും. അങ്ങനെ നിരഞ്ജൻ ഓക്കെ പറയും. അപ്പോഴാണ് ഭരതിന് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ഭരത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ സോജ നിരഞ്ജൻ ഇങ്ങനെ കറിയെല്ലാം വിളമ്പി കൊടുക്കുമ്പോൾ നിരഞ്ജൻ പെട്ടെന്ന് പറയും, അല്ല സോജ നീ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് അശോകിനെ ഇഷ്ടമല്ലല്ലോ, അവൻ കഴിക്കില്ലല്ലോ എന്നും പെട്ടെന്ന് ഇങ്ങനെ അറിയാതെ പറഞ്ഞു. അങ്ങനെ മറ്റൊന്ന് നിരഞ്ജൻ ചെക്ക ഇങ്ങനെ മിണ്ടാതിരിക്കും. അപ്പൊ സോജ അതിനെ ഇവിടെ അശോകൊന്നും അല്ല, അച്ഛനെ അവരെ കുറിച്ചൊന്നും വിവരം കിട്ടിയോന്ന് ചോദിക്കും. അപ്പോൾ അച്ഛനൊന്നും മിണ്ടില്ല. അങ്ങനെ സോജ അപ്പോൾ കാവ്യെ വിളിക്കും. അപ്പോൾ കാവ്യൻ്റെ അടുത്തേക്ക് സോജ പോകും. അങ്ങനെ നിരഞ്ജനാണെങ്കിൽ അത് ആലോചിച്ച് കുറച്ചത് മിണ്ടാതെ ഇരിക്കും. പിന്നെ നിരഞ്ജനെ അശോക് മുൻപ് പറഞ്ഞ കാര്യം ഓർമ്മ വരും. ഇനി എൻ്റെ പേരിൽ നിന്നും നിരഞ്ജൻ അഗ്നിഹോത്രി എന്ന പേരെടുത്ത് മാറ്റിയാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിരഞ്ജനെ ഓർക്കും. അതോടുകൂടി നിരഞ്ജന്റെ ഫുഡ് കഴിക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഇത് കാണിച്ചുകൊണ്ട് നമ്മുടെ 346ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും സാരമില്ല, നിങ്ങൾ എല്ലാവരും ഒന്ന് ഉഷാറാക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ തിരക്കിലായതുകൊണ്ട് മാത്രമാണ് എനിക്കിതൊന്നും ആ ഒരു ഓർഡറെല്ലാം അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം ഞാൻ പറയാത്. അപ്പോൾ അത് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യാൻ വെക്കുന്നതായിരിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവർ എന്തായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണരുത്. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.